ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം കെട്ടിയവനിന്ന് വീട്ടിലേക്ക് ലാൻഡായിട്ടുണ്ട്. നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ചായ കുടി. ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ചായ കുടി. അപ്പം നമ്മളിന്ന് പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ഉണ്ണിക്കുട്ടനും മണിക്കുട്ടനും പാറൂസും മന്തോണിയും കനിമോളൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് ടീ ഗാലറിയിലാണ് പോണത്. ഞങ്ങൾക്കുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡാറ്റ്സൺ. അത് ഇച്ചിരി പനി മുടക്കി കിടക്കാണ് വർഷത്തിൽ. അത് കാരണം ഞങ്ങൾ ഇനോവയിലാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിള്ളേർ സെറ്റായിട്ട് ഞങ്ങൾ ടീ ഗാലറിയിൽ സൂപ്പറാണ് കേട്ടോ. ടീ ഗാലറി അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് ടീ ഗാലറി. നമ്മുടെ മുണ്ടൂർ തന്നെയാണ്, ഹൈവേയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ടീ ഗാലറിയിലെത്തി. അങ്ങനെ എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്തു. ഉണ്ണിക്കുട്ടൻ ചിക്കൻ ബ്രെഡും, മണിക്കുട്ടൻ ചിക്കൻ സാൻഡ്വിച്ച്, പാറൂസും കനിമോളും പഴംപൊരിയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഞാൻ പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് കഴിച്ചപ്പോൾ അവൾക്ക് ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവളൊരു ചിക്കൻ കട്ട്ലേറ്റ് മേടിച്ച് കഴിച്ചു. മണിക്കുട്ടനും ചിക്കൻ സാൻഡ്വിച്ചും ചിക്കൻ ബ്രെഡും കഴിച്ചിട്ട് പിന്നെ ഓരോ മുട്ടയും കൂടി കഴിച്ചിട്ടു. അങ്ങനെ പിള്ളേർ എല്ലാവരും ഓരോ ബൂസ്റ്റ് ചായ കുടിച്ചു. ഞാനും ഉണ്ണിയേട്ടനും ഒരു ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടീ ഗാലറിയിൽ വന്ന് ചായ കുടിയൊക്കെ തീർത്ത് പോവാൻ നിൽക്കാൻ നേരത്താണ് എന്നെ നോക്കി അവിടെ മുട്ട ചിരിക്കുന്നു. ഉണ്ണിയേട്ടാ എനിക്കൊരു മുട്ടയും കൂടിയാണ്. മുട്ട എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു മുട്ടയും കൂടി വെച്ച് വെച്ച് ഞാൻ നല്ല കട്ട ഡയറ്റിങ് ചെയ്യണതാണ് കേട്ടോ. ഞാൻ രാവിലെയും വൈകുന്നേരം മുട്ടയും പിന്നെ 2 പഴം. ഉച്ചയ്ക്ക് മാത്രമേ ചോറുണ്ണാറുള്ളൂ. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ അതിൽ പച്ചക്കറികൾ ഉച്ചയ്ക്ക് കൂടുതൽ കഴിക്കാറുണ്ട്. പിന്നെ വെള്ളം ധാരാളം കുടിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 കിലോ തൂക്കമുള്ള ആൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോൾ ഒരു 60-70 കിലോ തൂക്കുണ്ടെങ്കിൽ 3-3.5 ലിറ്റർ വെള്ളം വരെ കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ് കേട്ടോ നമ്മുടെ ഡയറ്റിങ്ങിൽ. ഞാൻ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് സോസൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ പാറൂസിന് പതിയപ്പോൾ പാറൂസിനും കൊടുത്തു. പിന്നെ അവളൊക്കെ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ പഴംപൊരി കഴിച്ച ശേഷം ഒരു ചിക്കൻ കട്ട്ലേറ്റും കൂടി മേടിച്ച് കഴിച്ചു. അവൾ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിലും വെടുപ്പിലും കഴിക്കും മറ്റുള്ളവരെക്കാളും. പക്ഷെ ഇച്ചിരി സ്ലോവാന്ന് മാത്രമേ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അവളെ കഴിച്ചു കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നല്ല വൃത്തിയിലും എനിക്ക് കഴിക്കും. കനിമോള് ഞങ്ങളുടെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വലിയേട്ടൻ വീട് പൊളിച്ച് പണിയാൻ പോകുക. അത് കാരണം അവൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വേറെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കണം. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും കേട്ടോ. ഞങ്ങളുടെ സ്വന്തം മോളെപ്പോലെ തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ചായയും ബൂസ്റ്റും പഴംപൊരിയും കട്ട്ലേറ്റും മുട്ടയൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും മുണ്ടൂർ പോവുകയാണെങ്കിൽ ടീ ഗാലറിയിലൊന്ന് കയറി ചായ കുടിക്കാം. വളരെ നല്ലതാണ്, ടേസ്റ്റിയാണ്. ഓക്കെ, ബൈ.